ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് 4-in-1 അച്ചാർ ഉണ്ടാക്കാം. അതിലേക്ക് വേണ്ടി നമുക്ക് 4 ഇൻഗ്രീഡിയൻസ് വേണം. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 മാങ്ങ ഇഞ്ചി, പിന്നെ വേണ്ടത് ഇരുമ്പാമ്പുളിയാണ്, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്. ഇതൊക്കെയാണ് 4 ഇൻഗ്രീഡിയൻസ് 4-in-1 4. ഇനി നമുക്കിതൊക്കെ എടുത്ത് കട്ട് ചെയ്തെടുക്കാം. അതിനു വേണ്ടി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം മാങ്ങയിഞ്ചി എടുക്കാം. മാങ്ങയിഞ്ചിയുടെ തോല് കളയണം, എന്നിട്ട് ചെറുതാക്കി കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അടുത്ത ഇരുമ്പാമ്പുളി എടുക്കാം. ഇരുമ്പാമ്പുളി ഞാനിത് ഇതുപോലെ കട്ട് ചെയ്യണത്. ഇത് ഏകദേശം ഒരു ചള്ളും അല്ല മൂത്തതും അല്ല കേട്ടോ. നല്ല മൂത്തത് എടുക്കരുത്, അതിന് വിത്ത് ഉണ്ടാവും, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. വെളുത്തുള്ളിയുടെ പീസ് ഇതാ നടുവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ ഉള്ളൂ. അടുത്തത് പച്ചമുളക്, അത് മീഡിയം സൈസിൽ ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് അച്ചാറിന് വേണ്ട മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ്, കായപ്പൊടി, ഉലുവപ്പൊടി, പിന്നെ വറ്റൽമുളക് 2 എണ്ണം, കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ നല്ലെണ്ണ വേണം, കടുകും വേണം. അപ്പം ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം പാൻ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് വെളുത്തുള്ളിയും മാങ്ങ ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് തന്നെ നമുക്ക് നമ്മുടെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി, പിന്നെ ഉപ്പ്, ഇതൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. പൊടികളിടുമ്പോൾ നിങ്ങൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോവാതെ തന്നെ കിട്ടണം. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇരുമ്പാമ്പുളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ശരിയായിട്ട് വന്നിട്ടുണ്ട് അച്ചാർ. ഇനി നമുക്കിതിലേക്ക് സുർക്ക കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കൊന്ന് ഇളക്കിയിട്ടത് വാങ്ങി വയ്ക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ 4-in-1 അച്ചാർ. നിങ്ങൾക്കും ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മാങ്ങയിഞ്ചി, ഇരുമ്പാമ്പുളിയൊക്കെ നാട്ടിൻപുറങ്ങളിൽ സാധാരണയായിട്ട് കാണാറുണ്ട്. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. ചോറിന് വേറെ ഒന്നും വേണ്ട, ഈ അച്ചാർ മാത്രം മതി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ മുഴുവൻ കണ്ട എല്ലാവർക്കും നന്ദി.